ഹലോ, എല്ലാവർക്കും അറിയാ രുചികളുടെയും കാണാക്കാഴ്ചകളുടെയും മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ദ പിങ്ക് സിറ്റി ജയ്പൂരിലാണ്. യെസ്, രാജസ്ഥാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സിറ്റി പാലസ് കാണാനായിട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. കാരണം പിങ്ക് സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു സിറ്റി പാലസ് ആണല്ലോ. പണ്ടത്തെ റോയൽ ഫാമിലിയുടെ കൊട്ടാരമാണ്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, തുണിക്കടകളുണ്ട്, ഒത്തിരി അധികം സംഭവങ്ങളുണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റും ഫുൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സംഭവങ്ങളുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ വാ, നിങ്ങളും എൻ്റെ കൂടെ വാ. കാണുന്ന ഈ ഒരു സംഭവമാണ് ഗംഗാജലി. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ സിൽവറിൻ്റെ എന്താ പറയുക വെസലാണ് നിങ്ങൾ കാണുന്നത്. ഇത് മൊത്തം സിൽവർ വെച്ചിട്ടാണ് ഈ ഒരു വലിയ വീപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഗംഗാ നദിയിൽ നിന്നുള്ള വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സിറ്റി പാലസിൻ്റെ അകത്ത് ഇതേപോലെ കുറേ അധികം ചെറിയ ബിൽഡിങ്സ് ഉണ്ട്. അപ്പം അതിൽ ഒന്നാണ് ഈ മുബാരക് മഹൽ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്താണ് അകത്ത് എന്ന് ചെക്കൗട്ട് ചെയ്യാം. എന്തായാലും മുബാരക് മഹലിൻ്റെ അകത്ത് നമുക്ക് എൻട്രി ഇല്ല. അവിടെ ക്യാമറാസ് പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ കുറേ അധികം മഹൽസ് വേറെ ഉണ്ട്, പക്ഷെ മിക്കതിലും എൻട്രീസ് അലൗഡ് അല്ല. അപ്പോൾ സിറ്റി പാലസിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ജയ്പൂരിലെ ദ ഫേമസ് ഹവാ മഹലിലേക്കാണ്. കമാൺ. ഈ നാട്ടിൽ റിക്ഷാസ് ഒക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കാണോ ഓട്ടോ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതേപോലെ ഇരിക്കുന്നത്. നോർത്തിലേക്ക് വരുമ്പോൾ എല്ലാ ബിൽഡിങ്സിനും ഒരു മുഗൾ ടച്ച് ഉണ്ട്. പണ്ടത്തെ ആ ഒരു മുഗൾ ഭരണത്തിൻ്റെ ആ ഒരു ഫാഷൻ, ആ ഒരു ടച്ച് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരുപാടധികം ബിൽഡിങ്സ് നോർത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ജയ്പൂരിന്റെ ഹൃദയ ഭാഗത്തുള്ള ഹവാ മഹലിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹവാ മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാലസ് ഓഫ് വിൻഡ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹവ മീൻസ് വിൻഡ്, മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്. അപ്പോൾ ഈ ഹവാ മഹൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒത്തിരി അധികം വിൻഡോസ്, ജനലുകളുണ്ട്. ഇതിൽ 315ഓളം വിൻഡോസ് ആണ്, ജനലുകളാണ് ഇതിനുള്ളത്. ആൻഡ് അതിലൂടെ ഇങ്ങനെ കാറ്റ് കയറി പോകുന്നത് കൊണ്ടാണ് ഹവാ മഹൽ എന്ന് പറയുന്ന ഒരു പേര് വരാനായിട്ട് കാരണം. ധാബയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ദാൽ ബാട്ടി ചൂർമ കഴിക്കാനായിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ നമ്മൾ കഴിക്കുന്നതിൻ്റെ ബില്ലിൻ്റെ 5% പാവപ്പെട്ട ആൾക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുണ്യപ്രവൃത്തി കൂടിയാകും. കമാ. ഓക്കെ, അപ്പോൾ നമുക്ക് ദാൽ ബാട്ടി ചൂർമ കഴിക്കാം. ഇതാണ് സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുലാബ് ജാം ഇല്ലെങ്കിൽ ഞാൻ അവരെ ശരിയാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നോർത്ത് ഇന്ത്യയിലത്തെ ഗുലാബ് ജാം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ലൈവ് മേക്കിംഗ് ഒന്ന് കാണാം. ഇവരിവിടെ ഓൾറെഡി സംഭവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ये क्या है भैया? ये बाटी है. बाटी. Yes. हाँ, कैन आई टच? Yes. ഓ, ഇത് रेडी हुआ है अभी. അബി റെഡി, ഇപ്പം റെഡി ആയതാണ്. ഇതാണ് ബാട്ടി. 2 hours में रेडी हुआ है ये. 2 മണിക്കൂർ മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഈ സംഭവം പക്ഷെ ഇപ്പം എടുത്തിട്ടതാ കേട്ടോ. और ये क्या है? ये स्वीट चूरमा है. स्वीट चूरमा. स्वीट आइटम है. कैन आई टेस्ट? ഇതാണ് ചൂർമ. അപ്പോൾ ഇതിൽ ഷുഗർ, അതായത് പഞ്ചസാരപ്പൊടി, ബേസൻ പൗഡർ, കടലപ്പൊടി, പിന്നെ സൂചി ഗോതമ്പ് പൊടി, അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, പിന്നെ നല്ല നെയ്യ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ല റിച്ച് ആയിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നത്.
ഇത് പ്യോർലി ഗീയിൽ നിന്ന് ഉണ്ടാക്കിയ സംഭവമാണ്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന് പറയുന്ന പോലെ ഞാനിവിടെ ദാൽ ബാട്ടി ചൂർമയാണ് ചോദിച്ചത്. പക്ഷെ അവർ എനിക്കൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് മീലാണ് തന്നിട്ടുള്ളത്. അതായത് അവരുടെ താലി തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രൂട്ടീസ് തന്നിട്ടുണ്ട്, പപ്പഡ്, സാലഡ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മെയിൻ സാധനത്തിൽ നിന്നും ആദ്യം നമുക്ക് ദാൽ ബാട്ടി ചൂർമ എടുക്കാം. അപ്പോൾ ആദ്യം ബാട്ടി ആട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് അവരുടെ ബാട്ടി. അപ്പം ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. പൊട്ടറ്റോ, അരി, കുറച്ച് ഉപ്പ്, പഞ്ചസാര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുള്ള ബാട്ടി. അപ്പോൾ ഈ ബാട്ടിയുടെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഈ ബാട്ടി തന്നെ ഒറ്റയ്ക്ക് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒരു ബൈറ്റ് എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആട്ടോ ഈ ബാട്ടി. അത് എടുക്കുമ്പോൾ തന്നെ ആ ഒരു നെയ്യുടെ മണം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. നല്ല ഇവിടെ മിൽക്ക് പ്രോഡക്ട്സിനൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ജയ്പൂർ. അപ്പം റിയൽ ആയിട്ടുള്ള ഗീ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് നല്ല പോലെ ഉണ്ട്. ഇനി നമുക്ക് ചൂർമ കഴിക്കാം. അപ്പം നമുക്കിനി ബാക്കിയുള്ള താലി ഐറ്റംസിലേക്ക് കിടക്കാം. റൈസ് ഉണ്ട് കേട്ടോ, ഉണ്ടോ? നല്ല വെള്ള അരിയുടെ ചോറ്. ഇവിടുത്തെ റൈസ് മുഴുവനും ഇങ്ങനത്തെ റൈസാണ്. നോർത്ത് ഇന്ത്യയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഇങ്ങനത്തെ റൈസാണ്. പക്കാ നോർത്ത് ഇന്ത്യൻ. നിങ്ങളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഫാൻ ആണെങ്കിൽ നിങ്ങളിത് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ കൂടെ എല്ലാ ടേബിളും വെച്ചിരിക്കുന്ന വേറെ സാധനമുണ്ട്, ഇവരുടെ അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടം നോർത്ത് ഇന്ത്യൻ അച്ചാർ. ലൈക്ക് അത്യാവശ്യത്തിന് സ്പൈസും ഉണ്ട്, അതേപോലെ തന്നെ ഒത്തിരി വെജിറ്റബിൾസ് ഇട്ട് എപ്പോഴും മിക്സഡ് അച്ചാറാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റൊട്ടീസിലേക്ക് കടക്കാം. പല വെറൈറ്റീസ് ഓഫ് റൊട്ടീസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഗോതമ്പ് വെച്ചിട്ടുള്ളത്, മെയ്സ് വെച്ചിട്ടുള്ളത്, ചിക്ക് പൾസ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല ബട്ടർ റൊട്ടിയാണ്. ജയ്പൂരിൽ കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്വീറ്റ് കോൺ ഉണ്ട്. ഇവരിവിടെ ഇതിന് പറയുന്നത് മക്ക റൊട്ടി എന്നാണ്. ആ സംഭവമാണിത് കേട്ടോ, കണ്ടോ? ഇതിൽ ഒത്തിരി അധികം എന്താ പറയുക, ജീരകത്തിൻ്റെ ഇത് കാണാം, ചില്ലി കാണാം, മുളകിൻ്റെ ഇത് കാണാം. പിന്നെ സ്വീറ്റ് കോൺ ചോളം വെച്ചിട്ടാണ് ബേസിക്കലി ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഇവരുടെ രാജസ്ഥാനി പപ്പടം. ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനുള്ള എല്ലാ പപ്പടങ്ങളും ഇങ്ങനെ ചുട്ടെടുക്കുന്ന പോലത്തെ പപ്പടം, ഒന്നും ഓയിൽ ഫ്രൈഡ് അല്ല. നമ്മളന്ന് ഹരിയാന പോയപ്പം ഒരു കടയിൽ കയറിയിട്ട് സ്നാക്ക് കഴിച്ചില്ലേ, അതും ഓയിൽ ഫ്രൈഡ് ആയിരുന്നില്ലല്ലോ. നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോളൂ. അപ്പോൾ ഈ പപ്പടം ഭയങ്കര ക്രിസ്പിയാണ്, അതേപോലെ തന്നെ ഒത്തിരി അധികം പൾസസ് ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക്. ഒരുപാട് അറിയാത്ത രുചികൾ നമ്മൾ ട്രൈ ചെയ്തു അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജയ്പൂർ വരുമ്പോൾ ഈ വീരസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഡിഷാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവിടെ നല്ല ഹോട്ട് കോഫി കുടിക്കാം നമുക്ക്. ഭയ്യ ഞാൻ മട്ലാസ് പേ ഏക് കോഫി. താങ്ക് യു. ആ ബോത്ത് ഹോട്ട്, താങ്ക് യു. അപ്പോൾ ഒരു കുഞ്ഞു കപ്പിലൊക്കെ വെച്ചിട്ട് എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല കോഫിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതാ നല്ല രുചിയുണ്ട്, നല്ല അടിപൊളി കോഫി. അപ്പോൾ ഞാൻ ഈ കോഫിയൊക്കെ കുടിച്ച് എൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. ഹരിയാന തൊട്ടേ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ
ഈ കരിമ്പൻ ജ്യൂസിൻ്റെ കടകൾ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അപ്പം തൊട്ടിട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കണമെന്ന്. എന്തായാലും ജയ്പൂർ എത്തിയപ്പോൾ ഞാൻ ഓർത്തു അതങ്ങ് സാധിച്ചേക്കാമെന്ന്. ഒരു കരിമ്പൻ ജ്യൂസിൻ്റെ ഒരു സ്റ്റോൾ കണ്ടപ്പോൾ അങ്ങ് കയറി കുടിക്കാൻ ഓർത്തു. ഭയ്യാ ഏക് ജ്യൂസ്. അപ്പോൾ കരിമ്പൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ആഹാ, ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ഹോട്ട് സമ്മറിൽ ഇത് പിടിക്കുമ്പോൾ നല്ല സുഖമാണ്. എന്തായാലും ഞാൻ സിപ്പ് എടുക്കാൻ പോവുകയാണേ. ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഈ ഒരു സമ്മറിൽ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലും ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എവിടെ ചെന്നാലും ഉണ്ടാകുമല്ലോ ഷുഗർക്കെയിൻ ജ്യൂസ്. നാട്ടിലെ ഓരോ മെമ്മറീസൊക്കെ വന്ന് ഇത് കുടിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ഈ സമ്മറിൽ അടിപൊളി സാധനമാണ്. ജയ്പൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുടിക്കുക. കാരണം ഇവിടുത്തെ ഇത് സ്പെഷ്യലാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത് പുറത്തുനിന്ന് വരുന്നതായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന, ഇവരുടെ തന്നെ ഫാമിലെ ഷുഗർക്കെയിൻ വെച്ചിട്ടാണ്, കരിമ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളി. ചോക്കിദാനിയിലേക്ക് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലായിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം കണ്ടത്. ഒരു ചേച്ചി ഇരുന്ന് വാൾ പെയിൻറ് ചെയ്യുക. ഈ മതിൽ മുഴുവനും പടം വരച്ചുകൊണ്ടിരിക്കുക. ഇതേ അവിടെ നിന്ന് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറം പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് ചെയ്യുന്ന കാണാനായിട്ട്. രാജസ്ഥാൻ ജയ്പൂരിലുള്ള ചോക്കിദാനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചോക്കിദാനി എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഒരു സെപ്പറേറ്റ് ഒരു സംഭവമായിട്ട് മാത്രം കണക്കാക്കി പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഫുഡുണ്ട്, ഡാൻസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അനിമൽ റൈഡ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ രാജസ്ഥാൻ്റെയും ജയ്പൂരിൻ്റെയും ആ ഒരു കംപ്ലീറ്റ് കൾച്ചർ, അവരുടെ എല്ലാ സംസ്കാരവും, അവരുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ, അവരുടെ കലാരൂപങ്ങൾ, അങ്ങനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വെൽക്കം ടു ചോക്കിദാൻ. എൻ്റെ ദൈവമേ ഗൈസ്, നമ്മളൊരു ക്യാമൽ സഫാരിക്ക് പോകാൻ പോവാണ്. ഇനി എന്ത് ചെയ്യും നമ്മൾ അടുത്തതായി? നമുക്കൊരു ഹോഴ്സ് റൈഡിന് വരാൻ പോകാം. ഇനി അടുത്തതായി നമ്മൾ ഹോഴ്സ് റൈഡിനാണ് പോകാൻ പോകണം. ഞാൻ പണ്ട് പോയിട്ടുണ്ട് ഹോഴ്സ് റൈഡ്. കുഞ്ഞായിരിക്കുമ്പോൾ കന്യാകുമാരിയിൽ ഫാമിലിയായിട്ട് പോയപ്പോൾ. ഇപ്പോൾ എന്തായാലും അത് കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് പോകാൻ പോണേ. എൻ്റെ സ്കിൽസൊക്കെ പോയി ഗൈസ്. അങ്ങനെ ഒരു വെള്ളക്കുതിര സഫാരി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു യൂണിക്കോണിനെ പോലെ ഉണ്ട് കാണാനല്ല. ഞാൻ ഇവൻ്റെ മേലാണ് റൈഡ് പോയത്. എന്തായാലും ഈ രാജാക്കന്മാരൊക്കെ പണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഭയങ്കര കുലുക്കമാണ്. ഇങ്ങനെ കുലുങ്ങി നമ്മൾ പോകും. എന്തായാലും നമുക്കിനി അടുത്ത റൈഡിന് പോവാം. ഇനി ബോട്ട് റൈഡുണ്ട്, കാളവണ്ടി റൈഡുണ്ട്. ബോട്ട് റൈഡിന് പോവാം അല്ലേ? വരും. ബോട്ട് യാത്രയ്ക്ക് പോവാണ് നമ്മളടുത്ത്. കടലിനക്കരെ പോകണവർ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ഇവിടെ ആ ഒരു ബോട്ട് പോയി വരുമ്പോഴാണ് ഇനി നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് കുതിരയും ക്യാമലും കൂടെ കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് കുതിര സവാരിയായിരുന്നു. ഇടയ്ക്ക് ആ കുതിരയ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുന്നുണ്ടായിരുന്നു. ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ക്യാമൽ റൈഡ് ചെയ്തു, ബോട്ട് റൈഡ് ചെയ്യുന്നു, ഹോഴ്സ് റൈഡിങ് ചെയ്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിയുമ്പോൾ എനിക്ക് നല്ലതായിട്ട് വിശക്കും. ഈ ഫൗണ്ടനൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ വന്നിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇരുന്നിറങ്ങാം, അതാണ് സേഫ്.
അതാകുമ്പോൾ വീഴുവാണെങ്കിൽ ഇരുന്നങ്ങ് വീഴാലോ. താങ്ക് യു. നമ്മൾ വീണില്ല. എൻ്റെ അമ്മ, അങ്ങനെ ഒരു ബോട്ട് സഫാരിയും കഴിഞ്ഞു. രാത്രി കാഴ്ചകളാണ് ഇന്ന് അറിയാ രുചികളിലും കാണാ കാഴ്ചകളിലും നമ്മൾ കാണാൻ പോകുന്നത്. സോ ചലോ നമുക്ക് കാണാം ചോക്കിദാനിയുടെ രാത്രി കാഴ്ചകൾ എന്തൊക്കെയാണ്. രാജസ്ഥാൻ പെൺകുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ച് ഞാൻ തളർന്നു. എന്തായാലും എന്നെ കാത്ത് ഇവിടെ ഒരു രാജകീയമായ ഡിന്നർ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചത് കഴിക്കാം. നമ്മളിപ്പോൾ രാജസ്ഥാനി റോയൽ ഡിന്നർ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ആദ്യത്തെ സാധനം വന്നിട്ടുണ്ട്. ഇത് സാലഡാണ്, വെജിറ്റബിൾ സാലഡ്. എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ വരാനുണ്ട്. ഒരു ഡ്രിങ്കും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മോരാട്ടോ, മോര് വെള്ളമാണ്. അതിനകത്ത് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ അടിച്ച് ചേർത്തിട്ടുള്ള മോര് വെള്ളമാണ്. കൊള്ളാം. എൻ്റെ താലി വന്നിട്ടുണ്ട് അങ്ങനെ. ആൻഡ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഡിഷസ് ആണെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കഴിച്ച സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. പഞ്ചസാര, ജീരകം, ഇതിൻ്റെയൊക്കെ രുചിയാണ് മുമ്പിട്ട് നിൽക്കുന്നത്. ഭയങ്കര ക്രഞ്ചി ആയിട്ടുണ്ട്. നല്ല ദൈവം ഇതോടെ കഴിച്ച് ഷുഗർ ലെവൽ കയറിപ്പോവും. അത്രയ്ക്ക് സ്വീറ്റാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ജിലേബിയൊക്കെ കഴിക്കുന്ന സെയിം ഫീൽ. കൊള്ളാം. അങ്ങനെ ഒന്നാമത്തെ ഡിസേർട്ട് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ഡിസേർട്ടാണ് വന്നിട്ടുള്ളത്. കുൽഫിയാണത്. അടിപൊളി. ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ രുചി ഭയങ്കരമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അടിപൊളി കുൽഫി. ഞാൻ കഴിച്ചിട്ടുള്ളതിനെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുൽഫിയാണ്. കാരണം അത്രയ്ക്കും ഒരു റിച്ച് ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇവിടെ ഫാം ഉള്ളതുകൊണ്ടേ ഇവരുടെ ഡയറി പ്രോഡക്ട്സ് എല്ലാം കൊള്ളാം. സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ ആദ്യം കുടിച്ച ബട്ടർ മിൽക്ക്, ഈ പനീർ, അവർ റൊട്ടി തന്നപ്പോൾ ഇട്ട നെയ്യ്, ഇതിപ്പോൾ ഈ കുൽഫി. അപ്പോൾ ഫൈനലി കൈ കഴുകാനായിട്ട് റോസ് വാട്ടർ, പനിനീരിട്ട വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാജകീയമായ ഡിന്നർ ഇവിടെ തീരുകയാണ്. ചോക്കിദാനിയിൽ രാജസ്ഥാനി പാട്ടൊക്കെ കേട്ടിട്ടുള്ള വളരെ രാജകീയമായിട്ടുള്ള ഒരു ഡിന്നർ. സോ നൈസ്. എന്തായാലും ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ ജയ്പൂർ വരുന്നുണ്ട് എങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഇവിടെ വന്ന് എന്താണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ റോയൽ ഡിന്നറൊക്കെ കഴിഞ്ഞത് കണ്ടോ. അവർക്ക് ഞാൻ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് അമേസിങ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ജയ്പൂരുള്ള ചോക്കിദാനിയിൽ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് റോയൽ ഡിന്നർ കഴിക്കാൻ നിങ്ങൾ പോകരുത് കേട്ടോ. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. തീർച്ചയായിട്ടും ഇതൊരു കാണാ കാഴ്ച തന്നെയായിരുന്നു. ഈ ഒരു പാട്ടിൽ, ഈ ഒരു ആംബിയൻസിലുള്ള അടിപൊളി ഫുഡ്. അപ്പോൾ എന്തായാലും അറിയാ രുചികളിലും കാണാ കാഴ്ചകളും വേറെ വേറെ കാഴ്ചകളും വ്യത്യസ്തമായ രുചികളുമായി കാണുന്നവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സിദ്ദീഖ് സൈനിങ് ഓഫ്. സീ യു.